രാജ്യത്തിന്റെ വികസന കുതിപ്പിന് മുതൽക്കൂട്ടായ വിഴിഞ്ഞം തുറമുഖം മെയ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചു. തുറമുഖത്ത് ഒരുങ്ങുന്ന പ്രത്യേക വേദിയിലായിരിക്കും ചടങ്ങ് നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പ്രമുഖ നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞത്തെത്തിയിരുന്നു. ഉദ്ഘാടനത്തിനെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് തുറമുഖത്ത് പോലീസിന്റെയും SPGയുടെയും നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം പരിധിയിലുള്ള കടലിന്റെ വിസ്തൃതമായ പരിധിയിലും തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെട്ട വിമാനത്താവള പരിധിയിലും തുറമുഖത്തിന്റെ ആകാശപരിധിയിലും നിരീക്ഷണവും കനത്ത സുരക്ഷയുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നെങ്കിലും ഔദ്യോഗികമായി നാടിന് സമർപ്പിച്ചിരുന്നില്ല. 263 കപ്പലുകളിലായി 5.36 ലക്ഷം കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് എത്തിയിട്ടുള്ളത്. ലോകത്തെ വലിയ കണ്ടെയ്നർ കപ്പലായ MSC തുർക്കിയും വിഴിഞ്ഞത്തെത്തിയിരുന്നു. രാജ്യത്തിന്റെ വികസന യാത്രയിൽ തന്നെ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് വിഴിഞ്ഞം തുറമുഖം. മെയ് 2-ന് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ രാജ്യത്തിന്റെ പുരോഗതിയിൽ വലിയ സംഭാവന നൽകാൻ വിഴിഞ്ഞത്തിനാകും.